ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ ടാക്സ് ലാവും പഴയ ടാക്സ് ലാവും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. അതുകൂടാതെ ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമ്മൾ നോക്കുന്നതായിരിക്കും. ഒരുപാട് സൈറ്റുകളിൽ ടാക്സ് എത്രയാണെന്ന് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ഇൻകം, പിന്നെ നമ്മൾ എന്തോരം റിഡക്ഷൻ ക്ലെയിം ചെയ്യുന്നു, ഇതെല്ലാം കൊടുക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ടാക്സ് ആണ് അടയ്ക്കേണ്ടതെന്ന് സൈറ്റിലൂടെ നമുക്ക് കാണാൻ പറ്റും. എങ്കിലും ടാക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ടാക്സ് എങ്ങനെ സേവ് ചെയ്യാമെന്നും നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. ടേബിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 2023 മുതൽ 2025 വരെ നമ്മൾ ഈ ഒരു ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2020-ലാണ്. ആ സമയത്ത് ടാക്സ് സ്ലാബിന്റെ റേറ്റ് എന്ന് പറയുന്നത് 3,00,000 എന്നുള്ളത് 2,50,000 ആയിരുന്നു. ഇപ്പൊ അത് 3,00,000 ആയിട്ട് ഉയർത്തുകയും ബാക്കി സ്ലാബിലുള്ള മറ്റ് റേറ്റുകളും ഉയർത്തുകയും ചെയ്തു. അത് നമുക്ക് കുറച്ചുകൂടി ഉപകാരമായിരുന്നു. ഇനി നമുക്ക് ടാക്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ടാക്സുമായി ബന്ധപ്പെട്ട് അതുമായി യാതൊരു പരിചയമില്ലാത്തവരുടെ പലരുടെയും ഒരു മിസ്കൺസെപ്ഷൻ ആണ്. അതായത് ഇപ്പോൾ നമ്മള് 20,000 രൂപയെ 20,000 അല്ല, 12,00,000 തൊട്ട് 15,00,000 വരെ, അതായത് വാർഷിക വരുമാനം ഇപ്പൊ 13,00,000 ആണെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ അവരുടെ ഈ ടാക്സ് റേറ്റ് വരുന്നത് 20% ആണ്. അതായത് 20% എന്ന് പറയുമ്പോൾ ഏകദേശം 2,60,000 രൂപയോളം വരുന്നുണ്ട്. എങ്കിൽ ഇങ്ങനെയല്ല ശരിക്കും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. ശരിക്കും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ 13,00,000 രൂപയാണ് നമുക്ക് ടാക്സ് പേയബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ അതിന്റെ ടാക്സ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതാണിപ്പോ ടാക്സ് സ്ലാബ് എന്ന് വിചാരിക്കുക. നമുക്ക് 13,00,000 എന്ന് പറയുന്നത് ഇവിടെയായിട്ട് വരും. അതായത് ഇവിടെയാണ് 13,00,000 വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ 3,00,000 നമ്മൾ 0% ആണ് അടയ്ക്കുന്നത്. രണ്ടാമത്തെ 3 തൊട്ട് 6 ലാക്സ് വരെ എന്ന് പറയുന്നത് 5%. അതായത് 3 തൊട്ട് 6 ലക്ഷം എന്ന് പറയുന്നത് മൊത്തം 3,00,000 രൂപയാണ്. അപ്പൊ ആ 3,00,000ന്റെ 5% എന്ന് പറയുന്നത് 15,000 രൂപയാണ്. അതേപോലെ തന്നെ അടുത്ത 6,00,000 എന്ന് പറയുന്നതും 3,00,000ന്റെ 10% ആയിരിക്കും. ഈ 10% എന്ന് പറയുന്നത് 30,000 രൂപയായിരിക്കും. അതേപോലെ തന്നെ അടുത്ത 9,00,000 മുതൽ 12,00,000 എന്ന് പറയുന്ന 3,00,000ന്റെ 15% ആയിരിക്കും നമ്മൾ അടയ്ക്കാൻ പോകുന്നത്. അതെന്ന് പറയുന്നത് 30,000, 15% എന്ന് പറയുമ്പോൾ 45,000 രൂപയായിരിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് 12,00,000 മുതൽ 15,00,000 വരെ 20% ആണ്. പക്ഷെ നമ്മൾ 13,00,000 രൂപ വരെയാണ് നമ്മുടെ ആനുവൽ ഇൻകം എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് അവിടം വരെ 1,00,000 രൂപയാണ് ഉള്ളത്. 12,00,000 നിന്ന് 13,00,000 വരെ 1,00,000 രൂപ. ആ 1,00,000ത്തിന്റെ 20% എന്ന് പറയുന്നത് 20,000 രൂപയായിരിക്കും. അപ്പം മൊത്തം നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ആകെ മൊത്തം 1,10,000 രൂപയാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. മുമ്പേ ഉള്ള കണക്ക് വെച്ച് നോക്കിയപ്പോൾ നമ്മൾ 2,60,000 എന്നായിരുന്നു മുമ്പേ കണ്ടിരുന്നത്. ഇത് പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ്. ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ടാക്സ് അടയ്ക്കുന്നത് 1,10,000 രൂപയാണ്. 13,00,000 വാർഷിക വരുമാനമുള്ള ഒരാളുടെ ടാക്സ് പേയിങ് ആണ് നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തതെന്ന് കണ്ടു. ഇനി 2 സ്കീമിലും തമ്മിലുള്ള വ്യത്യാസത്തിൽ എങ്ങനെയായിരിക്കും നമ്മൾ ഏത് സ്കീം തിരഞ്ഞെടുക്കണമെന്ന് നമുക്ക് നോക്കാം. ഈ എബോവ് 15 ലാക്സിന് മറ്റൊരു ലിമിറ്റ് കൂടിയുണ്ട്. 15 ലാക്സ് തൊട്ട് ഒരു ലിമിറ്റ് വരെ നമുക്ക് എക്സ്ട്രാ ചാർജ് ഒന്നും അടയ്ക്കണ്ട. ഈ 30% ടാക്സിനോടൊപ്പം മറ്റ് എക്സ്ട്രാ ചാർജുകളൊന്നും വരുന്നില്ല. എന്നാൽ ഒരു ലിമിറ്റിന് ശേഷം എക്സ്ട്രാ ചാർജുകൾ കൂടി വരുന്നുണ്ട്. ആ ചാർജിന് ആണ് നമ്മൾ സർചാർജ് എന്ന് പറയുന്നത്. അതിന്റെ കാൽക്കുലേഷൻ ഇതുമായിട്ട് ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ചെറിയൊരു വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പറയാം. ആദ്യം ഇതില് ബാലൻസ് നമുക്ക് നോക്കാം. ഇത് തമ്മിൽ കമ്പയർ ചെയ്യാം. നമുക്കറിയാം ഈ ടാക്സ് അടയ്ക്കുന്നതിൽ നമുക്ക് ചെറിയ റിഡക്ഷൻ കിട്ടുന്നുണ്ട്. ആ റിഡക്ഷൻ എന്ന് പറയുന്നത് 70ഓളം സ്കീമിൽ നമുക്ക് റിഡക്ഷൻസ് കിട്ടുന്നുണ്ട്. അതില് ഉദാഹരണം ചിലത് നമ്മുടെ ഹോം ലോണ്, ഹെൽത്ത് ഇൻഷുറൻസ്, പിന്നെ റൂം റെന്റ്, അതേപോലുള്ള പല സ്കീമുകളിലൂടെ നമുക്ക് കുറച്ച് എമൗണ്ട് നമുക്ക് ഈ മൊത്തത്തിലുള്ള ടാക്സബിൾ എമൗണ്ടീന്ന് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ തന്നെ നമുക്ക് ആനുവൽ ഇൻകം ഇപ്പൊ 10,00,000 രൂപയാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ 3,00,000 രൂപയ്ക്ക് നമ്മൾ 0% ആണ് ടാക്സ് അടയ്ക്കുന്നത്. അതേപോലെ തന്നെ 3 തൊട്ട് 6 ലക്ഷം വരെയുള്ള 3,00,000ന് നമ്മൾ 5% ടാക്സ് അടയ്ക്കും. അതായത് 15,000 രൂപ നമ്മൾ അടയ്ക്കും. അതിനുശേഷമുള്ള 6,00,000 തൊട്ട് 9,00,000 വരെയുള്ള 3,00,000ന്റെ 10% ആയിരിക്കും നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. അതാണ് 30,000 രൂപ. പിന്നെ 3,00,000 മുതൽ 12,00,000 വരെയാണ് 15% ടാക്സ് വരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ 10,00,000 വരെ നമുക്ക് ടോട്ടൽ എമൗണ്ട് ഉള്ളതുകൊണ്ട് 9,00,000 തൊട്ട് 10,00,000 വരെ ഉള്ളതിൽ 1,00,000 രൂപയുടെ 15% എന്ന് പറയുമ്പോൾ 15,000 രൂപയാണ്. അതിന്റെ അപ്പം നമുക്ക് മൊത്തം 10,00,000ന്റെ ടാക്സ് അടയ്ക്കാൻ വരുന്നതെന്ന് പറഞ്ഞാൽ 60,000 രൂപയാണ്. അതേസമയം പഴയ റെജിം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10,00,000 രൂപയ്ക്ക് 0 തൊട്ട് 2,50,000 രൂപ വരെ നമ്മൾ 0% ആണ്. അതേപോലെ തന്നെ 2.5 ടു 5 ലാക്സിന് 5%, അതായത് 12,500. അതായത് ഇവിടെ 2,50,000 രൂപയാണ്. 2,50,000 രൂപയുടെ 5% ആണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഇത് വെച്ച് കുറഞ്ഞു നിൽക്കുന്നത്. പിന്നെ 5,00,000 വരെ 10,00,000 വരെ ഉണ്ട്. അതിൽ 20% ആണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. അതിനിടയിൽ 5,00,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ആ 5,00,000ന്റെ 20% എന്ന് പറയുമ്പോൾ 50,000 രൂപയാണ്. അങ്ങനെ മൊത്തം നമ്മൾ 10,00,000ത്തിന് അടയ്ക്കുന്ന ടാക്സ് എന്ന് പറഞ്ഞാൽ പഴയ റെജിം വെച്ചിട്ട് 62,500 രൂപയാണ്. ഇപ്പൊ ഡിഫറൻസ് എന്ന് പറയുന്നത് 2,500 ആണ്. ഇതേപോലെ വേറൊരു നോക്കാം.
ഇത് ഇവിടെ നമ്മൾ 20 ലക്ഷമാണ് എടുക്കുന്നത്. 20 ലക്ഷം ഇൻകം ആനുവൽ ഇൻകം ഉള്ള ഒരാൾക്ക് ആദ്യത്തെ 3 ലക്ഷം 0% പിന്നെ പിന്നെയുള്ള 3 ലക്ഷം തൊട്ട് 6 ലക്ഷം വരെ ഉള്ളതിലെ 3 ലക്ഷത്തിന് 15,000 അങ്ങനെ 12, 15, 15 ലക്ഷം 12 തൊട്ട് 15 ലക്ഷം വരെ 60 ആ 3 ലക്ഷത്തിന്റെ 20% എന്ന് പറയുന്നത് 60,000 രൂപയാണ്. പിന്നെയുള്ള 15 ലക്ഷം തൊട്ട് പിന്നെ അങ്ങോട്ട് എത്രയാണെങ്കിലും അതിന്റെ 30% കൊടുക്കണം. ഇവിടെ 20 ലക്ഷം വരെയാണ് ഇൻകം. അപ്പൊ 15 ലക്ഷം തൊട്ട് 20 ലക്ഷം എന്ന് പറയുമ്പോൾ 5 ലക്ഷം വരെയാണുള്ളത്. ആ 5 ലക്ഷത്തിന്റെ 30% എന്ന് പറയുമ്പോൾ 1,50,000 രൂപയാണ്. അപ്പൊ ഇവിടെ നമ്മൾ അടയ്ക്കുന്നത് ആകെ മൊത്തം 3 ലക്ഷം രൂപയാണ് ആകെ മൊത്തം അടയ്ക്കുന്നത്. 15,000 പ്ലസ് 30,000 പ്ലസ് 45,000 പ്ലസ് 60,000 പ്ലസ് 1,50,000 ലക്ഷം. ആകെ മൊത്തം 3 ലക്ഷം രൂപ. ഇനി അതേസമയം ഇവിടെ പഴയ റെജിം വെച്ച് നോക്കുവാണെങ്കിൽ ആദ്യത്തെ 2.5 ലക്ഷത്തിന് 0%, രണ്ടാമത്തെ 2.5 ലക്ഷത്തിന് 12,500, മൂന്നാമത്തെ അതായത് 5 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ ഉള്ളതിന് 50,000 രൂപയാണ്. പിന്നെ 10 ലക്ഷം തൊട്ട് മുകളിലോട്ട് 30%, അതായത് 10 ലക്ഷം തൊട്ട് ഇപ്പൊ 20 ലക്ഷം രൂപ വരെയാണ്. ആ 20 ലക്ഷം വരെ എന്ന് പറയുമ്പോൾ 10 ലക്ഷം രൂപ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് 10 ലക്ഷത്തിന്റെ 30% എന്ന് പറയുമ്പോൾ 3 ലക്ഷം രൂപയാണ്. അപ്പോൾ 3,62,000 രൂപയാണ്, 62,500 രൂപയാണ് പഴയ റെജിം വെച്ച് വരുന്നത്. അപ്പം ആകെ മൊത്തം ഡിഫറൻസ് വരുന്നേക്കുന്നതെന്ന് വെച്ചാൽ 3,62,500ന്റെയും ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 62,500 രൂപയാണ്. അപ്പൊ 62,500 രൂപ കൂടുതൽ നമ്മൾ പഴയ റെജിം വെച്ച് അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. അപ്പൊ ഇത് നമ്മൾ ഡിഡക്ഷൻ ഒന്നും കൂട്ടാതെയാണ് നോക്കുന്നത്. ഇപ്പൊ ഡിഡക്ഷൻ ഒന്നും കൂട്ടാതെയാണ് നമ്മൾ ഇത് ടാക്സ് ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ റെജിം ആയിരിക്കും കൂടുതൽ ലാഭകരം. അപ്പൊ ഡിഡക്ഷൻ അപ്പൊ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാം കുറച്ച് സാലറിയുടെ ഒരു ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ട്. അപ്പൊ അതിലെ നമുക്ക് ഡിഫറൻസ് കാണാം. ഇതിൽ ഈ പ്രകാരം തന്നെയാണ് ഓൾഡ് റെജിമും ന്യൂ റെജിമും കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് സെറ്റ് ഓഫ് ഇൻകമിന്റെ ഡിഫറൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലിസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് 12 ലക്ഷം രൂപ 12.5 ലക്ഷം രൂപ സാലറി വരുമാനം, അതായത് വാർഷിക വരുമാനം 12 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ടാക്സ് വരുന്നത് ഓൾഡ് റെജിം പ്രകാരം 1,95,000 രൂപയും ന്യൂ റെജിം പ്രകാരം 1,04,000 രൂപയായിരിക്കും. അപ്പോൾ ഡിഫറൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ 91,000 രൂപ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ ഉള്ള കുറേ സാലറിയുടെ ഇത് റിസൾട്ട് നമുക്ക് കാണാം. അതിൽ ഡിഫറൻസ് എപ്പോഴും ഓൾഡ് റെജിമിനേക്കാളും ന്യൂ റെജിമിന് കുറവായിരിക്കുന്നു. ഇത് 40 ലക്ഷം, 35 ലക്ഷം, 30 ലക്ഷത്തിന്റെയൊക്കെയാണ് 1,17,000 രൂപ വെച്ച് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, അതായത് ഡിഡക്ഷൻ ഒന്നും ഇല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓൾഡ് റെജിമിനേക്കാളും ന്യൂ റെജിം ആയിരിക്കും. ഇനി ഡിഡക്ഷൻ ഉള്ള കേസാണെന്നുണ്ടെങ്കിൽ നേരെ മാറുന്നതായിരിക്കും. കാരണം ഡിഡക്ഷൻ ഉള്ള ടൈമിൽ നമുക്ക് ന്യൂ റെജിമിന്റെ കേസിൽ നമുക്ക് ഡിഡക്ഷൻസും ഇളവുകളും ഒന്നും കിട്ടാറില്ല. ഓൾഡ് റെജിമിന്റെ കേസിൽ മാത്രമേ നമുക്ക് ഡിഡക്ഷൻസും പിന്നെ പല എലിജിബിലിറ്റീസും അങ്ങനത്തെ കുറെ ക്രൈറ്റീരിയസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് റിഡക്ഷൻ ഒക്കെ കിട്ടാറ്. അപ്പൊ അതിന്റെ ഒരു ടേബിൾ കൂടി കാണിക്കാം. കാൽക്കുലേഷൻ ഒക്കെ സെയിം തന്നെ ആയിരിക്കും. ഞാൻ ഒരു ടേബിൾ കൂടി മറ്റേ ഡിഡക്ഷൻ ഒക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു ടേബിൾ കൂടി ഇപ്പൊ കാണിക്കാം. എക്സംഷനും ഡിഡക്ഷനും ഒക്കെ ഉള്ള ഒരു ചാർട്ട് കാണാം. ഇതിനകത്ത് നമുക്ക് കാണാം ഫസ്റ്റ് ശരിക്കും മെയിൻ ബേസിക് സാലറി എന്ന് പറയുന്നത് 9 ലക്ഷം, പിന്നെ HRA, സ്പെഷ്യൽ അലവൻസ്, LTA, ട്രാൻസ്പോർട്ട് അലവൻസ്, ഫാമിലി പെൻഷൻ, അങ്ങനെ പല അലവൻസിന്റെ എല്ലാം കൂടി ചേർത്ത് നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് 20 ലക്ഷം രൂപ. അപ്പൊ ഓൾഡ് റെജിം പ്രകാരം ഈ ഓരോ അലവൻസിനും നമുക്ക് ഡിഡക്ഷനും എക്സംഷനും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പൊ HRAയുടെ ഇതിന് നമുക്ക് ഡിഡക്ഷൻ ഒരു 2,60,60,000 രൂപയും, LTA 50,000 രൂപ, ഫാമിലി പെൻഷൻ 15,000 രൂപ, ഇതൊക്കെ നമുക്ക് ഇളവ് കിട്ടുന്നതായിരിക്കും. ഇപ്പം ആകെ മൊത്തം 3,25,000 ടോട്ടൽ ഈ ഒരു 20 ലാഖിൽ നിന്ന് നമുക്ക് ഇളവ് കിട്ടും. പിന്നെ അതുകൂടാതെ സെക്ഷൻ 80C, സെക്ഷൻ 80D, സെക്ഷൻ 80CC/D2 ഇത് പ്രകാരവും ഇതിൽ നിന്നും ഇളവ് കിട്ടും. അതായത് ഏകദേശം 2-2.5 ലക്ഷം രൂപ നമുക്ക് ഇതിൽ നിന്നും ഇളവ് കിട്ടും. അപ്പം ആകെ മൊത്തം നമുക്ക് 13,70,75,000 രൂപ മാത്രമാണ് ടോട്ടൽ ഇൻകം വരുന്നത്. അതിൽ അതായത് ഈ 13,70,75,000 രൂപയാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട എമൗണ്ട്. ഈ എമൗണ്ടിൽ നിന്നായിരിക്കും നമ്മൾ ടാക്സ് ലാബ് വെച്ച് ടാക്സ് ഡിഡക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് 20 ലക്ഷം ആയിരിക്കത്തില്ല, 13,70,75,000ത്തിന്റെ ടാക്സ് ആയിരിക്കും നമ്മൾ അടയ്ക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ 2,34,000 രൂപയായിരിക്കും ഓൾഡ് റെജിം വഴി നമ്മൾ അടയ്ക്കുന്നത്. ഇവിടെ നമുക്ക് ഡിഡക്ഷൻ ഒന്നും കിട്ടുന്നില്ല. ആകെ സെക്ഷൻ 80CC/D2 മാത്രം ഒരു 50,000 എക്സെപ്ഷൻ വരുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം 18,97,500 രൂപയാണ് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട എമൗണ്ട് വരുന്നത്. അപ്പൊ അതിന്റെ ടാക്സ് ലാബ് വെച്ച് നമ്മൾ ഏകദേശം 2,69,250 രൂപ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ലാഭം ഓൾഡ് റെജിം ത്രൂ നമ്മൾ ടാക്സ് അടയ്ക്കുന്നതായിരിക്കും. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് നോക്കാം, ഡിഡക്ഷൻസ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഡിഡക്ഷൻസ്, അതായത് നമുക്ക് പല അലവൻസ് ഉണ്ട്. ലോൺ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിഡക്ഷൻ, പിന്നെ റെന്റ്, പിന്നെ ലൈഫ് ഇൻഷുറൻസ്, ഫാമിലി പെൻഷൻ, അങ്ങനെ പല സെക്ഷൻസ് വെച്ച് നമുക്ക് കുറെ ഡിഡക്ഷൻസ് എടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ എലിജിബിലിറ്റി നോക്കി നമുക്ക് തീരുമാനിക്കാൻ പറ്റും ന്യൂ റെജിം വേണോ അതോ ഓൾഡ് റെജിം വേണോ എന്ന്. ഇത് തമ്മിൽ രണ്ടിലും നമ്മൾ ഈ ടോട്ടൽ ഡിഡക്ഷൻ എല്ലാം കൂട്ടിയിട്ട് ടോട്ടൽ ഇൻകവും ന്യൂ റെജിം ഇൻകവും തമ്മിലുള്ള ഡിഫറൻസ് വെച്ചായിരിക്കും നമ്മുടെ
ഈ ടാക്സ് പേ ചെയ്യേണ്ട എമൗണ്ട് വരുന്നത്. സ്ലാബും അത് വെച്ച് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഓൾഡ് റെജിമും ന്യൂ റെജിമും എങ്ങനെ കമ്പയർ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാന്നുള്ളത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്തതായിട്ടുള്ള ഒരു ടേം ആണ് സർചാർജ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് മറ്റൊരു ടേബിളാണ്. ഇതിന്റെ കാൽക്കുലേഷൻ ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട് മറ്റേതായിട്ട്. പഴയ മറ്റേ ടാക്സ് സ്ലാബും വെച്ചിട്ട്. ഇതിന്റെ ടാക്സ് സ്ലാബ് നമുക്ക് നോക്കാം. 50 ലക്ഷം തൊട്ട് 1 കോടി വരെ 10%, 1 കോടി തൊട്ട് 2 കോടി വരെ 15%, 2 കോടിക്ക് മേലെയാണെങ്കിൽ 25%. അതേസമയം പഴയ ടാക്സ് റെജിം വെച്ചാണെങ്കിൽ 50 ലക്ഷം വരെ സർചാർജ് റേറ്റ് വരുന്നില്ല. 50 ലക്ഷം തൊട്ട് 1 കോടി വരെ 10%, 1 കോടി തൊട്ട് 2 കോടി വരെ 15%, ഇവിടം വരെ സെയിം ആണ്. എന്നാൽ 2 കോടി തൊട്ട് 5 കോടി വരെ 25%, 5 കോടിക്ക് മേലെ 37% ആണ് സർചാർജ് വരുന്നത്. ഇവിടെ നമുക്ക് പുതിയ ടാക്സ് റെജിം വഴി നമുക്ക് ഈ ഒരു ഇത് കുറയുന്നുണ്ട്. 5 കോടിക്ക് മേലിലുള്ള 37% എന്നുള്ളത് നമുക്കിവിടെ 25% കുറഞ്ഞു കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ വാർഷിക വരുമാനം ഏകദേശം ഇത്രയൊക്കെ വരുന്ന ഒരു ആൾക്കാണെന്നുണ്ടെങ്കിൽ ഈ 37% എന്നുള്ളത് 25% കുറയുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്തായാലും പുതിയ ടാക്സ് റെജിം ആയിരിക്കും കൂടുതലും അനുയോജ്യമായിട്ടുള്ളത് പഴയതിനേക്കാളും. ഈ ഒരു റേഞ്ച് വരുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് മറ്റേ ടാക്സ് സ്ലാബ്, അതായത് ടാക്സ് സ്ലാബ് 15 ലക്ഷത്തിന് താഴെ വരുന്നവർക്ക് മാത്രമായിരിക്കും. 15 ലക്ഷം 50 ലക്ഷത്തിന് താഴെ വരുന്നവർക്കായിരിക്കും കൂടുതലും പഴയ ടാക്സ് റെജിമും പുതിയ ടാക്സ് റെജിമും തമ്മിൽ എപ്പോഴും കമ്പയർ ചെയ്തതായിട്ട് വരുന്നത്. കാരണം അവർക്ക് ഡിഡക്ഷൻസ് ഒക്കെ എലിജിബിലിറ്റി ഒക്കെ നോക്കേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ച് 70ഓളം ഡിഡക്ഷൻ സ്കീംസ് ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് അവർക്ക് എലിജിബിൾ ആയിട്ടുള്ളതെന്ന് നോക്കി ഡിഡക്ഷൻസ് നോക്കിയിട്ട് വേണം നമുക്ക് ന്യൂ റെജിം വേണോ ഓൾഡ് റെജിം വേണോ എന്ന് തീരുമാനിക്കേണ്ടത്. എന്നാൽ ഈ ഒരു റേഞ്ച് വരുന്നവർക്ക് എപ്പോഴും അതായത് ഈ 50 ലക്ഷത്തിന് മുകളിലുള്ളവർക്കാണെങ്കിൽ എപ്പോഴും ന്യൂ ടാക്സ് റെജിം ആയിരിക്കും കൂടുതലും അനുയോജ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് സർച്ച് ചാർജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് നോക്കാം. ഇതിനോടൊപ്പം തന്നെ സർച്ച് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ റിലീഫ് ഫണ്ട് എന്താണെന്നും ആ റിലീഫ് ഫണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും കൂടി പഠിക്കേണ്ടതാണ്. അപ്പൊ അത് നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് സർച്ച് ചാർജ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് സർച്ച് ചാർജിന് തന്നെ പല സ്കീമുണ്ട്. ഇതിപ്പം നമ്മൾ ഇൻഡിവിജ്വൽ വൈസ് നോക്കുകയാണെങ്കിലാണെങ്കിൽ നമ്മൾ ഈ ഒരു സർച്ച് ചാർജ് റേറ്റ് കൊടുക്കുന്നത്. അതേസമയം കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കമ്പനിക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടതായിട്ടുണ്ട്. അതായത് കമ്പനി നടത്തിപ്പിന് വേണ്ടിയിട്ട് പിന്നെ എംപ്ലോയീസിന് കൊടുക്കേണ്ട സാലറി അങ്ങനെ കുറെ ഇതുള്ളത് കാരണം അവർക്ക് കമ്പനിയായിട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ആനുവൽ ഇൻകം 1 കോടി 10 കോടി 1 കോടി തൊട്ട് 10 കോടിക്കുള്ളിലാണെങ്കിൽ റേറ്റ് വ്യത്യാസമുണ്ട്. ഇങ്ങനത്തെ ഒരു റേറ്റിലായിരിക്കും ഫോറിൻ കമ്പനിക്കും ഡൊമസ്റ്റിക് കമ്പനിക്കും ഒക്കെ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ നമ്മളിനി സർച്ച് ചാർജ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഇതുമായിട്ട് ഈ ഒരു ടാക്സുമായിട്ടൊന്നും ബന്ധമില്ലാത്തവർ ആദ്യമേ വിചാരിക്കുന്നത് വെച്ചാൽ സർജി ടാക്സ് മറ്റേതുമായിട്ടും സെയിം പോലെ തന്നെ ആയിരിക്കുമെന്നായിരിക്കും. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ പലരും വിചാരിക്കുന്നത് ഇപ്പൊ 50 ലക്ഷം തൊട്ട് 1 കോടി വരെ 10% എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ സ്ലാബ് അനുസരിച്ച് 15 ലക്ഷം തൊട്ട് 50 ലക്ഷം വരെ 30% നോക്കിയിട്ട് അതിനുശേഷം 50 തൊട്ട് ഇപ്പൊ എത്രയാണോ ഉള്ളത് അത്രയും വരെ ഉള്ളതിന്റെ 10% എടുക്കുമെന്നായിരിക്കും വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല. ശരിക്കും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു 50 ലക്ഷം ഓൾഡ് റെജിം വെച്ച് കാൽക്കുലേഷനുള്ള എളുപ്പത്തിന് വേണ്ടി ഓൾഡ് റെജിം വെച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ന്യൂ റെജിം വെച്ചാണെങ്കിൽ നമ്മൾ ഈ 2.5 ലക്ഷം എന്നുള്ളത് ഈ 3 ലക്ഷം തൊട്ട് 6 ലക്ഷം 6 ലക്ഷം തൊട്ട് 9 ലക്ഷം എന്ന റേറ്റും അതനുസരിച്ച് ന്യൂ ടാക്സ് അതിനനുസരിച്ച് മാറുന്നേ ഉള്ളൂ. വേറെ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഓൾഡ് ടാക്സ് കാൽക്കുലേഷനുള്ള എളുപ്പത്തിന് വേണ്ടി വെച്ച് നമ്മൾ ചെയ്യുകയാണ്. അപ്പൊ 2.5 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെ 5%, അതായത് 12,500, 5 തൊട്ട് 10 ലക്ഷം വരെ 20%, അതായത് 5 ലക്ഷത്തിന്റെ 20% 1 ലക്ഷം രൂപ. പിന്നെ 10 ലക്ഷം തൊട്ട് മുകളിലോട്ട് 30%. 10 ലക്ഷം തൊട്ട് മുകളിലോട്ട് എന്ന് പറയുമ്പോൾ 50 ലക്ഷം വരെ 40 ലക്ഷം രൂപ വരെ ഉണ്ട്. 10 തൊട്ട് 40 വരെ. അപ്പൊ 40 ലക്ഷത്തിന്റെ 30% എന്ന് പറയുമ്പോൾ 12 ലക്ഷം രൂപ. അപ്പൊ ആകെ മൊത്തം 13 ലക്ഷത്തി 12,500 രൂപ. അപ്പൊ ഇനി ഇതിനകത്ത് സർജി ടാക്സ് വരുന്നില്ല. കാരണം 50 ലക്ഷം തൊട്ട് 1 കോടിക്കുള്ളിലാണ് സർജി ടാക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് വരെ സർജി ടാക്സ് ഈടാക്കുന്നതായിരിക്കത്തില്ല. അപ്പൊ സർജി ടാക്സ് ഫസ്റ്റ് കേസിൽ നമ്മളിപ്പോ പറയാണ്. ഇപ്പൊ 51 ലക്ഷം തൊട്ട് 1 കോടി രൂപ, 50 ലക്ഷം തൊട്ട് 1 കോടി വരെ 10% ആണെങ്കിൽ ഇപ്പൊ നമുക്ക് 51 ലക്ഷമാണ് ടാക്സ് അല്ല ഇൻകം എന്നുണ്ടെങ്കിൽ അപ്പം ഇത് പ്രകാരം നമുക്ക് 2.5 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെ 12,000, 50 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ 20%, 1 ലക്ഷം, പിന്നെ 10 ലക്ഷം തൊട്ട് 51 ലക്ഷം വരെ, അതായത് എത്രയാണോ ഉള്ളത് അത്രയും 10 ലക്ഷത്തിന് മുകളിലോട്ട് എത്ര ഉണ്ടോ അത്രയത്തിന്റെ 30% എടുക്കണം. ഇനിയിപ്പോ ന്യൂ ടാക്സ് റെജിം ആണെങ്കിൽ 15 ലക്ഷം തൊട്ട് എത്ര വരാണോ അത്രയും ഉള്ളതിന്റെ 30% എടുത്തിട്ട് അത് മൊത്തത്തിൽ കൂട്ടും. ആ കൂട്ടുന്നതിന്റെ 10% എത്രയാണോ അതും നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യും. അതായത് ഇപ്പൊ നമ്മളിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ടോട്ടൽ നമുക്കിപ്പോ ഈ ഇത് എല്ലാം കൂടി കൂട്ടിയിട്ട് 13,42,500 രൂപയാണ് മൊത്തം നോർമലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പൊ സർജി ടാക്സ് എന്ന് പറയുന്നത് 10%, ആ 10% കൂടി ആഡ് ചെയ്യുമ്പോൾ അതായത് ഈ നമുക്ക് ടോട്ടൽ ഉള്ള ടാക്സിന്റെ 10%, അതായത് 13,42,500ന്റെ 10% എന്ന് പറയുന്നത് 1,34,250, അതുകൂടി ഇതിലോട്ട് ആഡ് ചെയ്യും. അപ്പൊ 14,76,750 രൂപ.
ഇങ്ങനെയാണ് സർജ് ടാക്സ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇപ്പൊ 60 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 10 ലക്ഷം തൊട്ട് 60 ലക്ഷം വരെ, അതായത് 50 ലക്ഷം രൂപ. ആ 50 ലക്ഷത്തിന്റെ 10% എന്ന് പറയുന്നത് ആഹ് ആഹ് 5 ലക്ഷം രൂപ. സോറി, 5 ലക്ഷം കൂടി നമ്മളപ്പോ ആ 60 ലക്ഷത്തിന്റെ എത്രയാണ് ടാക്സ് വരുന്നത് അതിലോട്ട് ആഡ് ചെയ്യും. അപ്പൊ അങ്ങനെ കിട്ടുന്നതായിരിക്കും സർജ് ടാക്സ് എന്ന് പറയുന്നത്. സർജ് ടാക്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടാക്സ് എന്ന് പറയുന്നത്. സർജ് ടാക്സ് എന്ന് പറയുന്നത് 5 ലക്ഷം ആയിരിക്കും. അതായത് ഇപ്പൊ ഇവിടെ എന്ന് പറയുന്നത് 3,34,250 രൂപയാണ് സർജ് ടാക്സ്. ഈ ടാക്സ് കൂടി നമ്മൾ നോർമലി 30% വെച്ച് എത്രയാണ് അടയ്ക്കുന്നത് അതിലോട്ട് എക്സ്ട്രാ ആഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് സർജ് ടാക്സ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത്. അങ്ങനെ മൊത്തം നമുക്ക് ടോട്ടലായിട്ട് അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഇത് പ്ലസ് സർജ് ടാക്സ് 14,76,750 രൂപ. അപ്പൊ നമ്മളിതിപ്പോ 50 ലക്ഷവും 51 ലക്ഷത്തിന്റെ ഈ ഒരു ടാക്സ് വെച്ച് ഡിഫറൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 50 ലക്ഷത്തിന് നമ്മൾ 13,12,500 രൂപയും 51 ലക്ഷത്തിന് 14,76,750 രൂപയാണ് കൊടുക്കുന്നത്. അതിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 1,64,250 രൂപ. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, നമ്മൾ 1 ലക്ഷം രൂപ എക്സ്ട്രാ ഏൺ ചെയ്തപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് എക്സ്ട്രാ ചാർജ് പിടിച്ചേക്കുന്നത് 1,64,000 രൂപയാണ്. അതൊട്ടും ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നില്ലല്ലോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, നമ്മൾ 1 ലക്ഷം രൂപ എക്സ്ട്രാ ഏൺ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് 1,64,000 രൂപയാണ് പിടിക്കുന്നത്. അപ്പൊ ഇതിനൊരു പരിഹാരമായിട്ടാണ് റിലീഫ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ റിലീഫ് ഫണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. റിലീഫ് ഫണ്ട് കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കുറച്ച് കുറഞ്ഞ് കിട്ടുന്നതായിരിക്കും. നമ്മളിവിടെ ഇവിടെ ഇപ്പം റിലീഫ് ഫണ്ട്, അതായത് മാർജിനൽ റിലീഫ് ഫണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഇൻകം 51 ലക്ഷമാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ നമ്മൾ മുമ്പേ ചെയ്തത് അതേ സെയിം തന്നെ നമ്മൾ കണക്കെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 50 ലക്ഷത്തിന് നമ്മൾ അടയ്ക്കുന്ന ടാക്സ്, അതായത് 50 ലക്ഷത്തിന് നമ്മൾ അടയ്ക്കുന്ന ടാക്സ് എന്ന് പറഞ്ഞാൽ 13,12,500 രൂപയും 51 ലക്ഷത്തിന് നമ്മൾ അടയ്ക്കുന്ന ടാക്സ് എന്ന് പറഞ്ഞാൽ 14,76,750 രൂപയാണ്. അപ്പോൾ നമ്മൾ മാർജിനൽ റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ 50 ലക്ഷത്തിന്റെ ടാക്സും 51 ലക്ഷത്തിന്റെ ടാക്സും തമ്മിൽ മൈനസ് ചെയ്യും. അത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 64,250. അതിന്റെ കൂടെ നമ്മളിപ്പോൾ 50 ലക്ഷവും 51 ലക്ഷവും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കും. അതായത് 1 ലക്ഷം രൂപ. ഈ 1 ലക്ഷം രൂപ മൈനസ് ചെയ്യും. അപ്പൊ ഇതും തമ്മിൽ മൈനസ് ചെയ്യും. പിന്നെ ഇത് തമ്മിൽ എത്രയാണ് ഡിഫറൻസ് വരുന്നത് അതുകൊണ്ട് മൈനസ് ചെയ്യും. അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,64,250. ഈ 50 ലക്ഷത്തിൽ നിന്ന് 51 ലക്ഷം 50 ലക്ഷം തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ 1 ലക്ഷം രൂപയാണ്. അത് തമ്മിലുള്ള ഡിഫറൻസ് കൂടി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 64,850 രൂപ കിട്ടും. അപ്പൊ ഈ ഒരു എമൗണ്ട് ആണ് നമുക്ക് മാർജിനൽ റിലീഫ് ഫണ്ട് ആയിട്ട് കിട്ടുന്നത്. അതായിരിക്കും ഇതിൽ നിന്ന് കുറഞ്ഞ് കിട്ടുന്നത്. പക്ഷെ ഈ ഇതിപ്പോ 50 ലക്ഷം തൊട്ട് 1 കോടി വരെ 10% ഈ ഒരു കേസാണ് നമ്മൾ എടുത്തത്. ഇങ്ങനത്തെ കേസിലാണ്, അതായത് സർജ് ചാർജ് വരുന്ന കേസിലാണ് നമുക്ക് മാർജിനൽ റിലീഫ് ഫണ്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ ഇപ്പൊ ഈ ഒരു കേസിൽ 50 തൊട്ട് 51 ലക്ഷം രൂപ വരെയാണ് ഉള്ളത്. അത് പിന്നെ കൂടിക്കൂടി വരുമ്പോൾ ഈ ഒരു ഡിഫറൻസ് കൂടിക്കൂടി വരും. അതുപോലെ തന്നെ ഈ ഒരു ടാക്സിന്റെ ഡിഫറൻസ് കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ ഏറ്റവും അവസാനം ഒരു പോയിന്റ് എത്തുമ്പോൾ സീറോ അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂയിലോട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ മാർജിനൽ റിലീഫ് ഫണ്ട് കിട്ടുന്നതായിരിക്കത്തില്ല. അതായത് ഇപ്പൊ ഇവിടെ 50 ലക്ഷം 51 ലക്ഷം എന്നുള്ളത് 60 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് വരുന്നത് 60 ലക്ഷത്തിന്റെ ടാക്സ് വരുമ്പോൾ ഈ ഇത് തമ്മിൽ 50 ലക്ഷം തൊട്ട് 60 ലക്ഷം വരെ 10 ലക്ഷമാണ് ഡിഫറൻസ്. അപ്പൊ ഇതിന്റെ ടാക്സ് എന്ന് പറയുന്നത് 10 ലക്ഷത്തിലും കുറവായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് മൈനസ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ആ സമയത്ത് നമുക്ക് മാർജിനൽ റിലീഫ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട് നമുക്ക് ഇതിൽ നിന്ന് കുറയ്ക്കാൻ പറ്റൂല. ആഹ് വളരെ അടുത്ത് മാർജിനുമായിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ഫണ്ടുകൾക്ക് മാത്രമായിട്ട് നമുക്ക് ഈ മാർജിനൽ റിലീഫ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ട് കിട്ടുള്ളൂ. അപ്പൊ മാർജിനൽ റിലീഫ് ഫണ്ട് എന്താണ്, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു പഠിച്ചിരിക്കുന്നത്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ വേറൊരു കേസ് കൂടി നോക്കുകയാണ്. ഈ കേസിൽ നമുക്കറിയാം 64,250 രൂപയാണ് ഈ കേസിൽ നമുക്ക് മാർജിനൽ റിലീഫ് ഫണ്ട് കിട്ടുക. അപ്പൊ അടുത്തൊരു കേസ് നമ്മൾ നോക്കുകയാണ്. അടുത്ത കേസിൽ നമ്മളിപ്പോ 1 കോടി 1 ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടുന്ന ടാക്സ് എന്ന് വിചാരിക്കുക. 1 കോടി 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് 1 കോടിക്കും 2 കോടിക്കും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആണ്. അപ്പൊ ഈ വാല്യൂവിന് നമ്മൾ അടയ്ക്കുന്ന സർജ് ചാർജ് എന്ന് പറയുന്നത് 15% ആണ്. അപ്പൊ ഈ 1 കോടി 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് മാർജിൻ വാല്യൂവിന് അടുത്ത് കിടക്കുന്ന വാല്യൂ ആണ്. അത് 1 കോടിക്ക് തൊട്ടടുത്ത് കിടക്കുന്ന വാല്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് അപ്പൊ ഇതിന് മാർജിനൽ റിലീഫ് ഫണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ ആ ഒരു എമൗണ്ട് കുറച്ചിട്ടുള്ള ടാക്സ് ആയിരിക്കും നമ്മൾ അടയ്ക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, മാർജിനൽ റിലീഫ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മളിപ്പോൾ 1 കോടി വരെ എത്ര ടാക്സ് വരുമെന്ന് നോക്കാം. അപ്പൊ ആദ്യത്തെ 50 ലക്ഷം വരെ, അതായത് നമുക്കറിയാം ആദ്യത്തെ 50 ലക്ഷം നമ്മൾ മുമ്പ് കാൽക്കുലേറ്റ് ചെയ്തതുപോലെ 13,12,500 രൂപയായിരിക്കും ആദ്യത്തെ 50 ലക്ഷത്തിന് നമ്മൾ അടയ്ക്കുന്ന ടാക്സ്. അപ്പൊ രണ്ടാമത്തെ 50 ലക്ഷം എന്ന് പറയുന്നത് ആ 50 ലക്ഷത്തിന്റെ 30%, അതായത് 50 ലക്ഷത്തിന്റെ 30% എന്ന് പറയുന്നത് 15 ലക്ഷം. അപ്പൊ 15 ലക്ഷം വന്നു. അപ്പൊ നമുക്കറിയാം ഈ 50 ലക്ഷം തൊട്ട് 1 കോടി വരെ എന്ന് പറയുന്നത് അതിന്റെ സർജ് ടാക്സ് കൂടി നമ്മൾ അടയ്ക്കണം. അപ്പൊ അത്രയും സർജ് ടാക്സ് എന്ന് പറയുന്നത് 10%. അപ്പൊ ആ 10% കൂടി നമ്മൾ കൂട്ടണം. അപ്പൊ മൊത്തം എമൗണ്ട് എന്ന് പറയുന്നത് 28,12,500 ആണ്. അതിന്റെ 10% എന്ന് പറയുന്നത് 2,81,250 ആണ്. അപ്പൊ ഇതുകൂടി നമ്മൾ ഇതിൽ കൂട്ടുവാണെങ്കിൽ നമുക്ക് 1 കോടി വരെ നമ്മൾ അടയ്ക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് 30,93,750 രൂപയാണ്. അപ്പൊ നമ്മളിപ്പോ ഇനി മാർജിൻ വരെയുള്ള വാല്യൂ നമുക്ക് കിട്ടി. അപ്പൊ ഇനി 1 കോടി 1 ലക്ഷം രൂപയ്ക്ക് നമ്മൾ എത്രയാണ് ടാക്സ് അടയ്ക്കുന്നത് നോക്കാം. 10 ലക്ഷം വരെ നമുക്കറിയാം, 10 ലക്ഷം വരെ 1,12,500 ആണ്. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തതാണ്. 10 ലക്ഷം വരെ, അതായത് 5 തൊട്ട് 10 ലക്ഷം വരെ അല്ലെങ്കിൽ ടോട്ടൽ 1,12,500 രൂപയാണ് വരുന്നത്. പിന്നെ 10 ലക്ഷം തൊട്ട് മുകളിലോട്ട്, അതായത് ഇവിടുത്തെ കേസ് പറയുകയാണെങ്കിൽ 10 ലക്ഷം തൊട്ട് 1 കോടി 1 ലക്ഷം വരെ എന്ന് പറയുമ്പോൾ 91 ലക്ഷം. 91 ലക്ഷത്തിന്റെ 30% എന്ന് പറയുന്നത് 27,30,000 രൂപ. അപ്പൊ ഈ ഒരു എമൗണ്ടിന്റെ കൂടെ നമ്മൾ മറ്റേ എമൗണ്ട് കൂടെ കൂട്ടും. അതായത് 10 ലക്ഷം വരെയുള്ള ടാക്സ് എന്ന് പറയുന്നത് 1,12,500. അപ്പൊ ഇത് മൊത്തം കൂട്ടുന്നത് 28,42,500. അപ്പൊ ഇതിന്റെ 15% ആയിരിക്കും നിങ്ങൾ
ടാക്സ് കൂടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 4,26,26,375 രൂപയാണ് ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ അത്രയും വരുമ്പോൾ നമുക്ക് മൊത്തം 32,68,525 രൂപയാണ് ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ഏകദേശം 1,75,125 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. ഈ മാർജിനൽ റിലീഫ് ഫണ്ട് എന്ന് പറയുമ്പോൾ 1,75,150 മൈനസ് ഈ 1 കോടിയും മാർജിൻ ആയിട്ടുള്ള 1 കോടി 1 ലക്ഷത്തിന്റെ ഡിഫറൻസ് ആയിട്ടുള്ള 1 ലക്ഷം രൂപ. അപ്പോൾ അത് നമ്മൾ ഡിഫറൻസ് എടുക്കുമ്പോൾ 125 രൂപയായിരിക്കും മാർജിനൽ റിലീഫ് ആയിട്ടുള്ളത്. മാർജിനൽ റിലീഫ് ഫണ്ട് കണ്ടുപിടിച്ച് അപ്പം ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഓൾഡ് റിജിം ത്രൂ ആണ്. കാരണം ഇച്ചിരി കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഓൾഡ് റിജിമിന്റെ ഇത് വെച്ചിട്ട് റേറ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തത്. ശരിക്കും ന്യൂ റിജിം വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 5%, 10%, 15%, 15 ലക്ഷം തൊട്ടുള്ള പിന്നെ അങ്ങോട്ട് 30% നമ്മൾ പറഞ്ഞ പോലെ അങ്ങനെ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിൽ വളരാൻ വേണ്ടി സഹായിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.